ഹായ് സുഹൃത്തുക്കളെ, നമസ്കാരം. ഇന്നും ഞാൻ വന്നിട്ടുള്ളത് ഒരു പുട്ടുമായിട്ടാണ്. ഇന്നത്തെ പുട്ട് ചിക്കൻ പുട്ടാണ്. ആ ചിക്കൻ പുട്ടിന് വേണ്ട സാധനങ്ങളാണ്. ആദ്യം വേണ്ടത് ചിക്കൻ തന്നെയാണ്. പിന്നെ വേണ്ടത് നമുക്ക് അതിലോട്ട് വേണ്ടത് പച്ചമുളക്, കറിവേപ്പില, മല്ലിച്ചപ്പ്, പുതിന, ഇഞ്ചി. പൊടികളായിട്ട് വേണ്ടത് മഞ്ഞൾപ്പൊടി, ഗരം മസാല, മുളക് പൊടി, വലിയ ജീരകത്തിൻ്റെ പൊടി, കുരുമുളക് പൊടി. ഇതെല്ലാം അതിനോട്ട് ആവശ്യമാണ്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കുറച്ച് വിനീഗറും ചേർത്തിട്ട് നമ്മൾ ചിക്കൻ ഒന്ന് മാരിനേഷൻ ചെയ്ത് വെക്കണം. പിന്നെ ഒരു സവോള എടുത്ത് കട്ട് ചെയ്ത് വെച്ചിട്ട് നമ്മൾ കുറച്ച് കടുകും വെളിച്ചെണ്ണ ഒക്കെ ഇട്ട് പൊട്ടിച്ചതിന് ശേഷം അതിലോട്ട് 2 ഉണക്കമുളക് പൊട്ടിച്ചതിന് ശേഷം ഈ സവോള കട്ട് ചെയ്തതും ഈ മാരിനേഷൻ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനും ഈ പൊടികളെല്ലാം ഇട്ട് മിക്സ് ഉണ്ടാക്കി വെച്ച ഒരു മസാലയാണ് ഈ കാണുന്നത്, ചിക്കൻ മസാല, പുട്ടിൻ്റെ മസാല. ആ മസാല നമ്മൾ പുട്ടിൻ്റെ പൊടിലോട്ട് ഇട്ടിട്ട് നല്ലതുപോലെ കുഴച്ച് പുട്ടുണ്ടാക്കണം. അങ്ങനെ നമ്മൾ പുട്ട് ഉണ്ടാക്കാൻ നമ്മൾ പുട്ടും കുറ്റി എടുക്കുന്നത്. പുട്ടും കുറ്റിയിലോട്ട് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നത് പോലെ തന്നെ 3 ലെയറായിട്ട് പുട്ട് തേങ്ങ ഇട്ടിട്ട് പുട്ടും പൊടി ഇട്ടിട്ട് അങ്ങനെ നമ്മൾ ചെയ്യണം. അത് നമ്മളെ സാധാരണ പുട്ടിൻ്റെ ഒരു ഉണ്ടാക്കുന്ന രീതി നമ്മളെ വീട്ടമ്മമാർക്കും എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് അതിലോട്ട് നമ്മളതിലും പറഞ്ഞ് സമയം കളയുന്നില്ല. അങ്ങനെ നമ്മൾ പുട്ട് അടുപ്പത്തോട്ട് വെച്ചിട്ട് ആവി വരാൻ വേണ്ടി കാത്തുനിന്ന് ആവി വന്നു. നമ്മൾ സർവീസ് പ്ലേറ്റിലോട്ട് നമ്മൾ പകർത്തണം. ആ പുട്ട് ആവി വന്ന പുട്ട് നമ്മൾ സർവീസ് പ്ലേറ്റിലോട്ട് നമ്മൾ മാറ്റുന്നു. അത് നിങ്ങൾക്ക് കാണാം. ഇപ്പോൾ തന്നെ അത് നിങ്ങൾ കഴിച്ച് നോക്കുക, അതേമാതിരി ഉണ്ടാക്കി നോക്കുക, കഴിച്ച് നോക്കുക. കഴിച്ചിട്ട് നല്ലതാണ് എന്ന് തോന്നുന്ന നല്ല അഭിപ്രായം പറയുക, നല്ല കമൻറ്റ് ഇടുക. കൂടാതെ നിങ്ങളെ കൂട്ടുകാർക്കും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയും നിങ്ങൾക്ക് ഇതുപോലെ നല്ല നല്ല വീഡിയോ കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്താൻ മറന്നു പോകരുത്.